നമ്മളെപ്പോഴും വാർത്തകളുമൊക്കെ വരുമ്പോഴും ചർച്ചകൾ ആവശ്യം വരുമ്പോഴും ചില ബൈറ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് എപ്പോഴും വിളിക്കുന്ന MLA ആയിരുന്നു പിരിമേട്ടിലെ വാടൂർ സോമൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണം തീർച്ചയായിട്ടും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലമുണ്ടായ വിഷമത്തിൽ ഇരിക്കുകയായിരിക്കുമെന്ന് നമുക്കറിയാം. ആ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു. വാടൂർ സോമൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പുലർച്ചയോടെ മൃതദേഹം വണ്ടിപ്പെരിയാറിലെ വാളാടിയിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. 11 മണിക്ക് വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. ഇന്ന് വൈകുന്നേരത്തോടെ ആണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. രാഹുൽ വിജയൻ ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ വീട്ടിലുണ്ട്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഔദ്യോഗികമായ ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ? വിവരങ്ങളൊക്കെ പറയും. SKN പുലർച്ചെ 2 മണിയോടുകൂടിയാണ് വാടൂർ സോമന്റെ മൃതദേഹം വാളാടിയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. നിലവിൽ വീട്ടിലാണ്. 11 മണിവരെ ഈ വീട്ടിൽ ഉണ്ടാകും. ഇവിടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ചടങ്ങുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് 11 മണിയോടെ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് മാറ്റുക. വൈകിട്ട് 4 മണിയോടെ പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ മരണം സംഭവിക്കുകയാണ് എങ്കിൽ ഈ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ സംസ്കാരം നടത്തണമെന്ന് വാടൂർ സോമൻ ആഗ്രഹമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമരം നടത്തിയിട്ടുള്ള നേതാവാണ് അദ്ദേഹം. നടത്തിയിട്ടുള്ള സമര പ്രക്ഷോഭങ്ങളിലൊക്കെ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. 2005 കാലഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. 2021 നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ, നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരത്തിൽ തന്നെ വിജയം കൈവരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ ശ്രീ തോമസിനെയാണ് അന്ന് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പല വിധത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ അദ്ദേഹത്തിന് പോലീസ് മർദ്ദനം ഉൾപ്പെടെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പണ്ട് TRNT എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളിൽ പോലീസ് മർദ്ദനത്തിൽ ക്രൂരമായി മർദ്ദനമേൽക്കുകയും ക്രൂരമായി പരിക്കേൽക്കുകയും ചെയ്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നടത്തത്തിൽ പോലും ചെറിയ ബുദ്ധിമുട്ടുകൾ അതിപ്പോഴും അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള സമരങ്ങളും അതുപോലെ തന്നെ അതേ തുടർന്നുണ്ടായ മർദ്ദനങ്ങളും ഒക്കെ ഏറ്റു വാങ്ങി ഈ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ്. ജനകീയ നേതാവായിരുന്നു. 2021 അദ്ദേഹം MLA ആയതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങളും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും. അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഭൂപ്രശ്നങ്ങളാണ്. തോട്ടം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ഭൂപ്രശ്നങ്ങളിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന വകുപ്പിനെതിരെ പോലും പറയേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായും ശക്തമായും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ജനകീയനായിരുന്ന, ജനങ്ങൾക്കൊപ്പം നിന്നിരുന്ന സാധാരണക്കാരനായ ഒരു നേതാവായിരുന്നു വാടൂർ സോമൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ യാത്ര പോലും അങ്ങനെ തന്നെയായിരുന്നു. സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ജീപ്പിലായിരുന്നു മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ യാത്ര. കാരണം തോട്ടം മേഖലയാണ്, ഹൈറേഞ്ച് മേഖലയാണ്. അതിലൂടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഓടിയെത്താൻ അദ്ദേഹത്തിന് ഒരു ജീപ്പ് അത് അനിവാര്യമായിരുന്നു. അതിന്റെ ആ ജീപ്പിലുള്ള യാത്ര പോലും വലിയ വാർത്തകൾക്ക് ഇടം കൊടുത്തിട്ടുള്ളതാണ്. ഇത്ര കണ്ട് സാധാരണക്കാരനായ ഒരു നേതാവിന്റെ, ഒരു MLA വിയോഗം അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടി നാടിനുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പൊതുപ്രവർത്തകരിൽ സംശുദ്ധി സൂക്ഷിച്ച ഒരാളായിരുന്നു വാടൂർ സോമൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 24 ആദരാഞ്ജലികൾ നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.